മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് LED സ്ട്രിപ്പിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പുതിയൊരു ചാനൽ കടന്നു സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം കേട്ടോ. ബോക്സ് കട്ട് ചെയ്ത് നോക്കാം. ഇൻവോയ്സ് ആണ്, വേറൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 3 മീറ്റർ വയറാണ് വാങ്ങിച്ചിരിക്കുന്നത്. വാം ലൈറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രിപ്പ് റോപ്പ് ലൈറ്റ് എന്നാണ് പറയുന്നത്. സ്ട്രിപ്പോടെ റോപ്പോടെ വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫുള്ള ബോക്സ് നമുക്ക് കവർ ചെയ്ത് നോക്കാം. അപ്പോൾ ആമസോൺ കറക്റ്റായിട്ട് നന്നായി പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. എയർ ബാഗ് കൊടുത്ത് കറക്റ്റായിട്ട് വീണാലും വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇത് ഈ ബബിൾസ് ഉള്ള കാരണം നമുക്ക് വീണാലും ലൈറ്റ് ഇപ്പോൾ തൂക്കിയിട്ടാലും ഒന്നും ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് പാക്കിംഗ് ഒക്കെ പക്കയായിട്ട് വരില്ല. ചില സമയങ്ങളിൽ മാത്രമാണ് ഒരു പാക്കിംഗ് മോശമായിട്ട് വരാറുള്ളത്. ഇത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ലിപ്പ് ചെയ്തിരിക്കണം, അപ്പോൾ കട്ട് കിടക്കേണ്ടത്. കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ടുള്ള പാക്കിങ് കേട്ടോ. പക്ക പാക്കിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേർന്ന് അഡാപ്റ്ററും കൂടി വരുന്ന ഒരു മോഡലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്ന് മീറ്റർ ലെങ്ത്താണ് കേട്ടോ പറയുന്നത്. 3 മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പ്ലഗിലൊന്ന് കുത്തി കണക്ട് ചെയ്ത് നോക്കാം. ബാമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. കളർ ആയിട്ട് നോക്കട്ടെ, കളർ ചേഞ്ച്. നമ്മൾ ടി വി കബോർഡിൻ്റെ ബാക്ക് യൂണിറ്റിലായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് 3 മീറ്റർ വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം ബാമ്. കൊള്ളാം, ലൈറ്റ് കൊള്ളാം. അത് നമുക്ക് പിന്നെ ബാഗ് ഉള്ളിൽ എക്സ്ട്രാ നമുക്ക് ഇതിൻ്റെ മേലുള്ള ഒരു സ്ട്രിപ്പും ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പിടിക്കാം. ഷോക്കൊന്നും അടിക്കത്തില്ല കേട്ടോ. ചിലത് ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് സ്ട്രിപ്പ് ഇല്ലാതെ. ഇത് പ്ലാസ്റ്റിക് സ്ട്രിപ്പൊക്കെ ചെയ്തവർ ഫ്രണ്ടൊക്കെ ലോഗൊക്കെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് എൻ്റെ ഒരു പ്രദേശം. നല്ല വാം ലൈറ്റ് കേട്ടോ. നമുക്ക് TV കബോർഡിൻ്റെ ബാഗിൽ കൊടുക്കാനുള്ള പ്ലാനാണ്. ഏകദേശം 3 മീറ്റർ ഉണ്ട് കേട്ടോ. ശരിക്കും കൊള്ളാം, ലൈറ്റ് കൊള്ളാം. ധൈര്യത്തിന് മേലേക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഫുള്ളായി മേലെ സ്റ്റെപ്പുള്ളവർക്ക് കറണ്ടൊന്നും അടിക്കില്ല, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് വേണമെങ്കിൽ എടുത്ത് കളിക്കാം. ക്ലോസ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ TV കബോർഡിൻ്റെ ഉള്ള 2 ഭാഗത്തുള്ള സ്വിച്ചിൽ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കബോർഡിൻ്റെ ബാക്കിലൂടെ ഒരു ഹോൾ ഇട്ടിട്ട് ഓൾറെഡി കാർബൺ ഡൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലൂടെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഹോൾ അടിക്കാതെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം സൈഡിലൊരു ഹോളും കൂടെ ഇട്ടാലേ നമുക്ക് ആ നമ്മുടെ കബോർഡ് വീട്ടിലുള്ള കബോർഡിൻ്റെ ബാക്ക് വശത്തായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾക്ക് 2 മീറ്റർ കറക്റ്റ് 3 മീറ്റർ ഞാൻ അളന്നിട്ടാണ് വാങ്ങിച്ചത്. കറക്റ്റായിട്ട് നമ്മുടെ TV കബോർഡിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റെയറിൻ്റെ അടിയിലായതുകൊണ്ട് ഈ ഭാഗം 2 മീറ്റർ നീളവും അപ്പുറത്ത് ചരിവായതുകൊണ്ട് 1 മീറ്റർ നീളമുണ്ട്. ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഫെവിക്വിക്കിലാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സ്ട്രിപ്പും ചെറിയൊരു ആണിയും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബാക്കിലായതുകൊണ്ട് അടിക്കാനുള്ളൊരു വശമില്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിക്വിക്ക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് തന്നു കഴിഞ്ഞാൽ ഒട്ടുന്നുണ്ട് ഫെവിക്വിക്ക്. അത് ബാക്കിൽ ഇത് ഗ്ലോസി കബോർഡ് ആയതുകൊണ്ടാണ് ഒട്ടാനുള്ള കുറച്ച് ശ്രമം. ബാക്കിയുള്ള ബാക്കിൽ മൈക്ക് ഒട്ടിക്കാതെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഫെവിക്വിക്കാണ് വെച്ചതും പിടിക്കും. ഇത് മൈക്ക് ഒട്ടിച്ചതുകൊണ്ടാണ് പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡ് വഴിയാണ് ഒരു ഹോൾ എടുത്തിരിക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ഹോൾ എടുത്താണ്. അപ്പോൾ അത് വീഡിയോ ലെങ്ത് ആവേണ്ട പറഞ്ഞാൽ അത് കാണിച്ചില്ല. ഇത് ഓൾറെഡി നമ്മൾ അത് അടിയിൽ നിന്ന് കൊണ്ടുവന്നത് ഓൾറെഡി കാർബൺ ഡൈസ് എടുത്ത ഇതാണ് കേട്ടോ. ഞാനത് കറക്റ്റായിട്ട് ഇപ്പോൾ ലൈറ്റ് കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് 1 മീറ്റർ കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ കട്ട് ചെയ്യാനുള്ളൊരു ഭാഗം ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയതായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് സെൻറ്റർ നോക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം
ഇതാണ് നമ്മുടെ അഡാപ്റ്ററിലേക്ക് കറക്റ്റായിട്ട് ഐ ഹോളിലോട്ട് ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈറ്റായി സെപ്പറേറ്റ് ഇനിയിപ്പോൾ വയറിങ് ചെയ്യാനുള്ള ആൾക്കാരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ആർക്ക് തന്നെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അഡാപ്റ്ററിനുള്ളിൽ കറക്റ്റായിട്ട് ലെൻത്ത് നമ്മൾ മുമ്പിലൊരു ടോപ്പ് ഉണ്ട്, അത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇതുണ്ടോ ഈ പിന്നിലോട്ട് അത് കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അത് ക്ലോസ് ചെയ്ത് കൊടുത്ത് ബാക്ക് ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്നവരുടെ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നമ്മുടെ ചരിവുള്ള ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചരിവുള്ള ഭാഗത്തേക്ക് നമുക്ക് 1 മീറ്റർ ഉണ്ട്, കറക്റ്റ് 1 മീറ്റർ ഞാൻ വാങ്ങിച്ചത് കറക്റ്റായിട്ട് തികഞ്ഞു കേട്ടോ. അതാണ് വലിയ കാര്യം. എന്താ വെച്ചാൽ നമ്മൾ അളന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കബോർഡും നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ മീറ്റർ കറക്റ്റായിരുന്നു. എനിക്ക് 3 മീറ്റർ ആവശ്യമുള്ള കറക്റ്റ് 3 മീറ്റർ നമുക്ക് കുറച്ചുപോലും ബാക്കി വന്നില്ല, എല്ലാം കറക്റ്റായി. ഇതിവിടേക്ക് 1 മീറ്റർ ആണ്, ഇത് 1 മീറ്റർ അല്ല എന്നത്തേ ഉള്ളൂ. ഈ സൈഡ് ഭാഗമാണ് ചെയറിൻ്റെ അടിയാണല്ലോ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നോക്കൂ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സാധാരണ പ്ലെയിൻ ആയിരുന്നതാണ്. അപ്പോൾ വാം ലൈറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ഭംഗി വേറെ ലെവലായിരുന്നു കേട്ടോ. അമ്മ കണ്ടിട്ട് നെട്ടിപ്പോയി വീഡിയോ കണ്ടിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. നമ്മൾ നെട്ടി എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലൊന്നും ഇല്ലായിരുന്നല്ലോ. അതിപ്പോൾ വാം ലൈറ്റ് കൊടുത്തപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ TV കാണുന്ന സമയത്താണെങ്കിൽ ശരി സെപ്പറേറ്റ് ലൈറ്റ് വേണ്ട, അതൊന്ന് ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് TV കാണാൻ സമയം ബാക്ക്ഗ്രൗണ്ട് നല്ല സൂപ്പറായിരിക്കും കാണാൻ കേട്ടോ. ഓക്കെ ബൈ. പുതിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.